ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീരിയലൈസേഷൻ അതുപോലെ തന്നെ ആസിഡ് പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ സീരിയലൈസേഷൻ്റെ ബാക്കി ആണ് എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീരിയൽ ഷെഡ്യൂൾ, നമ്മൾ സീരിയലൈസേഷൻ പറഞ്ഞു, ഷെഡ്യൂൾ എന്താണെന്ന് പറഞ്ഞു. ഇനി സീരിയൽ ഷെഡ്യൂളാണ്. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. എന്താണ്, ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നീടാണ് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സീരിയൽ മാനറിൽ. It is the schedule in which a transaction are aligned in such a way that one transaction is executed first. ആദ്യത്തെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ വെൻ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്സ് ഇറ്റ് സൈക്കിൾ, അതായത് ആ ട്രാൻസാക്ഷനിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം ദെൻ ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. അതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് ആർ ഓർഡേർഡ് വൺ ആഫ്റ്റർ അനദർ, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ ഈസ് കോൾഡ് സീരിയൽ ഷെഡ്യൂൾ ആസ് ട്രാൻസാക്ഷൻ ആസ് എക്സിക്യൂട്ടഡ് ഇൻ എ സീരിയൽ മാനർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പിനെയാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ട്രാൻസാക്ഷനിലുള്ള എന്തൊക്കെ സ്റ്റേറ്റുകളുണ്ട്. സോ സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എ ട്രാൻസാക്ഷൻ ഇൻ എ ഡാറ്റാബേസ് ക്യാൻ ബി ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നാണ് താഴെ പറയുന്നത്. ആക്റ്റീവ്, പാർഷ്യലി കമ്മിറ്റഡ്, ഫെയിൽഡ്. ഈ ഡയഗ്രാം നോക്കൂ. ഇതാണ് ആക്റ്റീവ്, പാർഷ്യലി കമ്മിറ്റഡ്, ഫെയിൽഡ്, കമ്മിറ്റഡ്, അബോർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് മെയിനായിട്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൽ ഓരോന്നും എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് ആക്റ്റീവ്. ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്തു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ബിഗിൻ ചെയ്ത് അത് ആക്റ്റീവ് സ്റ്റേറ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റ് എന്താണ്? ഇൻ ദിസ് സ്റ്റേറ്റ് ദ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് എവറി ട്രാൻസാക്ഷൻ. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു സ്റ്റേറ്റാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എന്താണ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേറ്റാണ് എന്ത്, ആക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ പാർഷ്യലി കമ്മിറ്റഡ്. എവിടെ പാർഷ്യലി കമ്മിറ്റഡ്? ഇവിടെ. ആക്റ്റീവ് എന്ന് നേരെ പാർഷ്യലി കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ചെയ്യുന്നത്? പാർഷ്യലി കമ്മിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a transaction executes its final operation, it is said to be in partially committed state. അതായത് ആ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ആക്റ്റീവ് സ്റ്റേറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്ത് അത് അതിൻ്റെ ഫൈനൽ ഓപ്പറേഷൻ എല്ലാ ടാസ്കുകളും ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് പാർഷ്യലി കമ്മിറ്റഡ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് അടുത്തത്? ഫെയിൽഡ് സ്റ്റേറ്റ്. ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻ ഫെയിൽഡ് സ്റ്റേറ്റ് ഇഫ് എനി ഓഫ് ദിസ് ചെക്സ് മെയ്ഡ് ബൈ ദ ഡാറ്റാബേസ് റിക്കവറി സിസ്റ്റം ഫെയിൽസ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഫെയിലർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, എ ഫെയിൽഡ് ട്രാൻസാക്ഷൻ ക്യാൻ നോ ലോങ്ങർ പ്രൊസീഡ് ഫസ്റ്റ്. ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യില്ല, അത് കണ്ടിന്യൂ ചെയ്യില്ല ആ ഒരു ട്രാൻസാക്ഷൻ. ഓക്കെ, അതാണ് ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാർഷ്യലി കമ്മിറ്റഡ്, ഓൾമോസ്റ്റ് എല്ലാ അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഒരു കംപ്ലീറ്റ് ആവാനുള്ള ആ ഒരു സ്റ്റേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് നിന്ന് എന്ത് ചെയ്യും, തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫെയിൽഡ്, എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് ഫെയിൽഡ് സംഭവിച്ചതിൽ അത് ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇതിലേതെങ്കിലും ഒന്നാണ് ഫസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അബോർട്ടഡ് സ്റ്റേറ്റ് ആണ് ഇത് പറയുന്നത്. അബോർട്ടഡ് എന്താണ്? ഫെയിൽഡ് സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ ദെൻ ദ റിക്കവറി മാനേജർ റോൾ ബാക്സ് ഇറ്റ്സ് റൈറ്റ് ഓപ്പറേഷൻ ഓൺ ദ ഡാറ്റാബേസ് ടു ബ്രിങ് ദ ഡാറ്റാബേസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു ഫെയിൽഡ് സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്, അതിനെ പിന്നെ റീകവർ ചെയ്ത് എന്താണ് ഫെയിലർ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു സ്റ്റേറ്റാണ് എന്ത് അബോർട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ അബോർട്ടഡ് സ്റ്റേറ്റിൽ എന്തുണ്ട്, ഒന്നെങ്കിൽ റീസ്റ്റാർട്ട് ദ ട്രാൻസാക്ഷൻ, ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കിൽ ദ ട്രാൻസാക്ഷൻ, എന്താണോ തുടങ്ങി വെച്ച ട്രാൻസാക്ഷൻ അതിനെ കില്ല് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അത് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ഇതാണ് അബോർട്ടഡ് സ്റ്റേറ്റിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എന്താണ്, ഇഫ് എ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ഓൾ ഇറ്റ്സ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി, അതായത് എല്ലാ ഓപ്പറേഷൻസും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവും. ദെൻ എന്ത് ചെയ്യും, ഫൈനൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യും. നോക്കൂ ഡയഗ്രാം, ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് എന്താണ് സക്സസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവും. ദെൻ ആ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യും. സപ്പോസ് ഇനി ഫെയിൽഡ് സ്റ്റേറ്റിലേക്കാണ് പോയത് എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ ഫെയിൽഡ് നിന്ന് നേരെ പിന്നെ എന്ത് ചെയ്യും, അബോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ആയത് എന്താണോ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിലുള്ള മെയിൻ സ്റ്റേറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് TCL കമാൻഡ്സ്, കമ്മിറ്റ്, റോൾ ബാക്ക് ആൻഡ് സേവ് പോയിൻ്റ്. നമ്മൾ DDL, DML, DCL, TCL 4 എന്താണ് SQL ലാംഗ്വേജസ് ആണ് ഉള്ളത്. അതിൽ TCL ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? കമ്മിറ്റ്, റോൾ ബാക്ക് ആൻഡ് സേവ് പോയിൻ്റ്. ഓക്കെ, നമ്മൾ ഈ TCL കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ ട്രാൻസാക്ഷൻസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് TCL കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? കമ്മിറ്റ് ആണ് ഫസ്റ്റത്തത്. കമ്മിറ്റ് എന്താ ചെയ്യുന്നത്? പെർമനൻ്റ്ലി സേവ് എനി ട്രാൻസാക്ഷൻ ഇൻ ടു ദ ഡാറ്റാബേസ്. അതായത് ട്രാൻസാക്ഷനിലേക്ക് എന്താണ്, ആ ഒരു ട്രാൻസാക്ഷൻ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡാറ്റാബേസിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ DML കമാൻഡ്സ് ആയിട്ടുള്ള ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെ ചെയ്യില്ലേ, ആ സമയത്ത് അതെന്താ, അത് ചെയ്യുന്ന സമയത്ത് അത് പെർമനൻ്റ് അല്ല. അതായത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് പെർമനൻ്റ് ആവുന്നത്. പക്ഷെ അതുവരെ അതെന്തല്ല, പെർമനൻ്റ് അല്ല. സോ ആ ഒരു എന്താണ്, അണ്ടിൽ ദ കറണ്ട് സെക്ഷൻ ക്ലോസ്ഡ്, ആ ഒരു എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെ. ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദിസ് കമാൻഡ്സ് ക്യാൻ ബി റോൾ ബാക്ക്. അതായത് നമുക്കതിനെ വീണ്ടും എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. പക്ഷേ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എന്താ, സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ സിൻടാക്സ് ആണ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ അതെന്ത് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് അത് സേവ് ആയിക്കോളും. ദെൻ അടുത്തത് വരുന്നത് റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോഴ്സ് ടു ലാസ്റ്റ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. അതായത് എന്താണോ ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തുള്ള സ്റ്റേറ്റ് അത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസാക്ഷനിൽ കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്തായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാ ടാസ്കൊക്കെ ചെയ്തൊരു ഔട്ട്പുട്ടിലേക്കുള്ള ഒരു ഉള്ളൊരു സ്റ്റേറ്റാണ് കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് വിത്ത് സേവ് പോയിന്റ് കമാൻഡ് ടു ജംപ് ടു എ സേവ് പോയിന്റ് ഇൻ ആൻ ഓൺഗോയിങ് ട്രാൻസാക്ഷൻ. നമ്മൾ സേവ് പോയിന്റ് എന്ന് പറഞ്ഞുള്ളൊരു കമാൻഡ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ ഇഫ് യു യൂസ്ഡ് ദ അപ്ഡേറ്റ് കമാൻഡ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ ടു എ ഡാറ്റാബേസ്. അതായത് നമ്മൾ അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഡാറ്റാബേസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ നിന്ന് കഴിഞ്ഞാൽ ആൻഡ് റിയലൈസ് ദാറ്റ് ദോസ് ചേഞ്ചസ് വർ നോട്ട് റിക്വയർഡ്, ദെൻ വി ക്യാൻ യൂസ് ദ റോൾ ബാക്ക്. ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല, പിന്നീടായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വീണ്ടെടുക്കേണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റോൾ ബാക്ക് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് റോൾ ബാക്ക് ടു സേവ് പോയിന്റ് നെയിം. എവിടേക്കാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് ആ സേവ് പോയിന്റ് നെയിം കൊടുക്കുന്നത്. ക്ലിയർ? ഓക്കെ,
ദെൻ അടുത്തത് സേവ് പോയിൻ്റ് കമാൻഡാണ്. സേവ് പോയിൻ്റ് എന്താണ്? കമാൻഡ് ഈസ് യൂസ്ഡ് ടു ടെമ്പററിലി സേവ് എ ട്രാൻസാക്ഷൻ സോ ദാറ്റ് യു ക്യാൻ റോൾ ബാക്ക് ടു ദാറ്റ് പോയിൻ്റ് വെൻ എവർ റിക്വയർഡ്. ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ. എന്ത് ട്രാൻസാക്ഷൻ ആണോ നമ്മൾ ചെയ്തത് അത് ടെമ്പററി ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ അതിൻ്റെ അതുകൊണ്ടുള്ള ഇതെന്താ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ അത് അതിൻ്റെ നമുക്ക് വേണ്ട സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് സേവ് പോയിൻ്റ്. സേവ് പോയിൻറ്റിൻ്റെ നെയിം എവിടെയൊക്കെയാണോ നമുക്ക് റോൾ ബാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റാബേസ് കണക്ടിവിറ്റി യൂസിങ് JDBC ഓർ ODBC. JDBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി, JDBC. ഇവിടെ നോക്കൂ, JDBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ജാവ API ആണ്. ജാവയുടെ നമ്മൾ ജാവ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ് എന്ത്, ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെന്താണ്, കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ക്ലാസ്സസ് ആൻഡ് ഇൻ്റർഫേസ്. അതിലെന്താ, ഒരുപാട് ക്ലാസ്സസ്, ഇൻ്റർഫേസുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഇതിലുണ്ട്. ഇറ്റ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് API ഫോർ ടൂൾ ഓർ ഡാറ്റാബേസ് ഡെവലപ്പേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു റൈറ്റ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് യൂസിങ് പ്യൂർ ജാവ API. നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ JDBC യൂസ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് ബൈ സൺ മൈക്രോ സിസ്റ്റം. ഇത് JDBC കൊണ്ടുവന്നിട്ടുള്ളത് സൺ മൈക്രോ സിസ്റ്റമാണ്. ദെൻ അലോയിങ് ഇൻഡിവിജ്വൽ പ്രൊവൈഡേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ദ സ്റ്റാൻഡേർഡ് വിത്ത് ദെയർ ഓൺ JDBC ഡ്രൈവേഴ്സ്. അതായത് അതിനിപ്പോൾ എന്തെങ്കിലും എക്സ്റ്റൻഷനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ JDBC അവരുടേതായിട്ടുള്ള ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സെൻസ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. പ്രോസസ് ദ റിസൾട്ട്. ദെൻ എന്ത് ചെയ്യുന്നു, റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ODBC എന്താ? ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി. അതായത് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ഒരു ഓപ്പൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്, ഒരു API ആണ് എന്ത്, ഈ ODBC എന്ന് പറയുന്നത്. ബൈ യൂസിങ് ODBC സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം യു ക്യാൻ ആക്സസ് ഫയൽസ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റാബേസസ്. അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റാബേസിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ODBC യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്സസ്, DBase, DB2, Excel, ടെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇറ്റ് അലൗസ് പ്രോഗ്രാംസ് ടു യൂസ് SQL request that will access database without having to know the proprietary interfaces to the databases. അതായത് നമ്മുടെ എന്തൊക്കെ SQL റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ നോർമൽ SQL ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്, ODBCയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റും. ODBC handles the SQL request and convert it into a request the individual database system understand. നമ്മളുടെ ഡാറ്റാബേസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ SQL റിക്വസ്റ്റിനെയൊക്കെ മാറ്റാൻ ആർക്ക് പറ്റും, ഈ ഒരു ODBCക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് JDBC ODBC പറയുന്നത്. JDBCയിലൊരു പോയിന്റ് കൊണ്ട് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ വിത്ത് ഡാറ്റാബേസ് സെൻസ് SQL സ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ് ദ റിസൾട്ട്. അതായത് എന്താണ്, ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും. JDBC അത് തന്നെയാണ്. ഓക്കെ, ദെൻ എന്താണ്, ഇതിലെന്താണ്, JDBCയിൽ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ODBCയിൽ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്. JDBC ഈസ് യൂസ്ഡ് ബൈ ജാവ പ്രോഗ്രാമേഴ്സ് ടു കണക്ട് ഡാറ്റാബേസ് വിത്ത് എ സ്മാൾ ബ്രിഡ്ജ് പ്രോഗ്രാം. അതായത് നമ്മളുടെ ഒരു ചെറിയൊരു സെറ്റ് ഓഫ് കോഡാണ് ഈ സ്മാൾ ബ്രിഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻസ് JDBC കണക്ഷൻ നമുക്ക് പോസിബിൾ ആക്കാം. ഓക്കെ, യു ക്യാൻ യൂസ് JDBC ഇൻ്റർഫേസ് ടു ആക്സസ് ODBC. അതായത് JDBC യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ODBCയും നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് JDBC യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് JDBC ODBC പറയുന്നത്. ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ODBC ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്. ODBC നമ്മൾ ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിലാണ് യൂസ് ചെയ്യുന്നത്. JDBC ഈസ് യൂസ്ഡ് ബൈ ജാവ പ്രോഗ്രാമേഴ്സ് ടു കണക്ട് ടു ഡാറ്റാബേസ്. JDBC എന്തിനാണ്? ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നതാണ് JDBC. With a small bridge program, you can use JDBC interface to access ODBC accessible databases. നമുക്ക് ഒരു സ്മാൾ ബ്രിഡ്ജ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് JDBC യൂസ് ചെയ്യാം. എന്നിട്ട് എന്താണ് JDBC നമുക്ക് ODBCനെ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3rd മൊഡ്യൂളിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.